ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനിയായ ആപ്പിളിനും ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ചൈനീസ് ബന്ധം ഇനി അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ചൈനയ്ക്ക് എട്ടിന്റെ പണി കൊടുത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. ചൈനയുടെ ഈ തകർച്ചയിൽ ഒരു വമ്പൻ എൻട്രിയുമായി സാക്ഷാൽ ഇന്ത്യയും ഇപ്പോൾ കളം നിറയുകയാണ്. ചൈനീസ് കമ്പനികളായ CXMT, YMTC എന്നിവയിൽ നിന്നും ഐഫോണുകൾക്കും മറ്റു ഉപകരണങ്ങൾക്കുമുള്ള മെമ്മറി ചിപ്പുകൾ വാങ്ങരുതെന്ന് ആപ്പിളിന് ട്രംപ് ഭരണകൂടം ഇപ്പോൾ കർശനമായ താക്കീത് നൽകിയിരിക്കുകയാണ്. മഹത്തായ അമേരിക്കൻ കമ്പനികൾ ചൈനീസ് മെമ്മറി ചിപ്പുകൾ ഉപയോഗിക്കുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് തുറന്നടിച്ചു. ഈ വിഷയത്തിൽ ആപ്പിൾ ഉടനടി മറ്റ് ബദൽ മാർഗങ്ങൾ തേടണമെന്നാണ് അമേരിക്കയുടെ അന്ത്യശാസനം. ആഗോളതലത്തിൽ സിലിക്കൺ ചിപ്പുകൾക്ക് വലിയ ക്ഷാമമുള്ളതിനാൽ ചൈനീസ് വിപണിയിൽ വിൽക്കുന്ന ഉപകരണങ്ങളിലെങ്കിലും ഈ കുറഞ്ഞ ചെലവിലുള്ള ചൈനീസ് ചിപ്പുകൾ ഉപയോഗിക്കാൻ ആപ്പിൾ പരീക്ഷണങ്ങൾ നടത്തി വരികയായിരുന്നു. എന്നാൽ അമേരിക്കയുടെ ഈ കടുത്ത നിലപാട് വന്നതോടെ ആപ്പിൾ ശരിക്കും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സപ്ലൈ ക്ഷാമമുള്ളതിനാൽ എല്ലാ സാധ്യതകളും തങ്ങൾ പരിശോധിക്കുകയാണെന്ന് ആപ്പിൾ CEO സാബിക് ഖാൻ ഇത് നൽകുന്ന വിശദീകരണം. എന്നാൽ ഇതൊരു വെറും ചിപ്പിന്റെ മാത്രം പ്രശ്നമല്ല. കുറഞ്ഞ കൂലിക്ക് ഏഷ്യൻ തൊഴിലാളികളെ വെച്ച് നിർമ്മാണം നടത്തുന്ന ശീലം ആപ്പിൾ അവസാനിപ്പിക്കണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. സപ്ലൈ ചെയിൻ പൂർണ്ണമായും അമേരിക്കയിലേക്ക് മാറ്റാൻ ഭരണകൂടം ആപ്പിളിന് മേൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. അനുസരിച്ചില്ലെങ്കിൽ വലിയ ഇറക്കുമതി തീരുവ നേരിടേണ്ടി വരുമെന്ന പരോക്ഷ ഭീഷണിയുമുണ്ട്. ഇതോടെ ഗതികെട്ട ആപ്പിൾ തങ്ങളുടെ ഐഫോൺ ഗ്ലാസുകൾ അമേരിക്കയിൽ തന്നെ നിർമ്മിക്കാമെന്നും ചില ചിപ്പുകളുടെ നിർമ്മാണം അമേരിക്കൻ കമ്പനിയായ ഇന്റലിനെ ഏൽപ്പിക്കാമെന്നുമൊക്കെ ധാരണയിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ആപ്പിൾ പയറ്റുന്ന ബുദ്ധിപരമായിട്ടുള്ള നീക്കവും ഇന്ത്യയുടെ കടന്നുവരവും നമ്മൾ കാണേണ്ടത്. ട്രംപ് ഭരണകൂടത്തെ തൃപ്തിപ്പെടുത്താൻ വിലപിടിപ്പുള്ള ചിപ്പുകളും ഐഫോൺ ഗ്ലാസുകളും ഒക്കെ അമേരിക്കയിൽ തന്നെ നിർമ്മിക്കാമെന്ന് ആപ്പിൾ സമ്മതിച്ചു കഴിഞ്ഞു. എന്നാൽ അതേസമയം തന്നെ ഫോണിന്റെ ഭാഗങ്ങൾ കൂട്ടിയിണക്കി നിർമ്മിക്കുന്ന പ്രധാന പണിയായ അസംബ്ലിംഗ് ചൈനയിൽ നിന്ന് പതുക്കെ മാറ്റി ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലേക്ക് അവർ കൊണ്ടുവരികയാണ്. ഇതിന്റെ ഭാഗമായി പുതിയ ഐഫോൺ അസംബ്ലി പ്ലാന്റുകൾ ഇന്ത്യയിൽ സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ആപ്പിൾ ഇപ്പോൾ വേഗത്തിലാക്കിയിട്ടുമുണ്ട്. ചുരുക്കത്തിൽ നിർമ്മാണ ചെലവ് കുറയ്ക്കാൻ ഏഷ്യൻ രാജ്യങ്ങളെ ആശ്രയിക്കാൻ ആപ്പിൾ നിർബന്ധിതരാകുമ്പോൾ അവിടെ ചൈനയെ വെട്ടിമാറ്റി ഇന്ത്യ ആ സ്ഥാനം കൈയടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. മിസ്റ്റർ സ്റ്റീവൻ.